ഹലോ ഫ്രണ്ട്സുകളെ, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളതിൽ പറയുന്നത് ഈ അരനെല്ലിക്കൻ്റെ തൈ നമ്മൾ ഒരു വളം ഇടാതാണിത് ഈ അരനെല്ലിക്ക കായ്ച്ചിട്ടുള്ളത്. 2.5 വർഷം എടുത്ത് 3 വർഷം എടുത്ത് 3 വർഷം എടുത്ത് ഒന്ന് വലുതാവാൻ. ഒരു വളം ഇല്ലാതെ ഈ അരനെല്ലിക്ക അതിൽ നല്ല വിളവെടുപ്പിലാണ് ഈ മരം നിൽക്കുന്നത്. ഒരു വളമോ ഒരു രാസവളമോ ഒന്നുമില്ല. ഇത് അരനെല്ലിക്ക കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന കുരു ഇട്ടിട്ടാണിത് മുളച്ചിട്ടുള്ളത്. തൈ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, കുരു താനെ വീണ് മുളച്ചൊരു മരം, നാച്ചുറൽ ആയിട്ടുള്ളൊരു പഴം. യാതൊരു കെമിക്കലോ രാസവളമോ ഒന്നുമില്ല. ആ മരം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പം നല്ല വിളവെടുപ്പിലാണ്. ഇപ്പം നമ്മളൊന്ന് പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയതാണ്, പക്ഷേ സംഗതി ഒന്ന് പൊട്ടിച്ചു പുളിയാണ്, മൂത്തിട്ടില്ല. ഒരു മാസം കൂടി എടുക്കും. അപ്പോൾ ഇതിങ്ങനെ വലുതാകുമ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഏകദേശം വലുതായി ഒരു മീറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിന് വെട്ടുക. മോൾ ഭാഗം വെട്ടിയതിന് ശേഷം മോൾ ഭാഗം കളയാം. അപ്പോൾ ഇതിമെന്ന് വേറെ 4 ഇതളായിട്ട് വരും. പിന്നെ ഇതുണ്ട് വലുതായി പിന്നെ അങ്ങനെ വലുതായി. ഇവിടെ നമ്മൾ വെട്ടി ചെറുതാക്കിയിരുന്ന ഭാഗം അത് ഇപ്പം 4 ഭാഗത്തേക്ക് 4 കൊമ്പായിട്ട് വന്നു. ഇനി അത് മേലേക്ക് വല്ലാതാണ്ട് പോകില്ല. ഇനി പോയിരുന്ന 4 കൊമ്പിൻ്റെ മുകൾ വെട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും കൊമ്പ് പടരും. അപ്പോൾ നമ്മൾ മേലേക്ക് വിടാതെ ഷോർട്ടാക്കിയിട്ടാണ് ഇതിൽ കൃഷി ഈ പഴം പിടിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ എന്തൊരു മരമായാലും നമ്മൾ ആ മാവിൻ്റെ മാങ്ങൻ്റെ മാവായാലും നമ്മൾ മേലേക്ക് വിടാതെ ഷോർട്ടാക്കി വിടുന്ന അങ്ങനെ വിരിഞ്ഞ് വരും ഇപ്പം മരം. അപ്പോൾ ഒരുപാട് പഴങ്ങളതിൽ കഴിക്കും. അത് പൊട്ടിക്കാൻ എളുപ്പമാവും. മറ്റിങ്ങനെ നീണ്ട് പോവുക. അപ്പോൾ ഇത് അത്ര വലുപ്പമൊന്നുമില്ല, പക്ഷേ ഇതിലൊക്കെ നല്ല കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ഈ പഴങ്ങളൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിൻ്റെ കൊമ്പ് കട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഇവിടുന്ന് 4 കൊമ്പായിട്ട് പടർന്ന് പിടിക്കും. അങ്ങനെ ഓരോ കൊമ്പ്, ഇപ്പോൾ ഈ ഒരു കൊമ്പ് നല്ല കഴിച്ചിട്ടുണ്ട്. ഈ കൊമ്പ് നമ്മൾ കട്ട് ചെയ്യാം. ഇതിൻ്റെ അടുത്ത കൊമ്പ് നമ്മൾ ചെയ്യുന്നത് കട്ട് ചെയ്യും. അപ്പോൾ പിന്നെ അത് ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും അതിന്മേൽ ഒരുപാട് കൊമ്പുകളും ഇതൊക്കെ വന്ന് പഴങ്ങൾ ഇതിൻ്റെ അടിയിൽ കണ്ടാൽ തന്നെ അറിയാം വളമൊന്നുമില്ല, മണ്ണിൽ നിന്ന് പൊട്ടി മുളച്ച